ഹലോ, ബ്രിജേഷാണ് പീപ്പീസ് വേൾഡിൽ നിന്ന്. അപ്പോൾ നമ്മളിന്നിപ്പോൾ കൂർഗിൽ വന്നിട്ടാണ് ഉള്ളത്. ഒരു കസിൻ ബ്രദറിൻ്റെ റിങ് എക്സ്ചേഞ്ചിന് വേണ്ടി വന്നതാണ്. വേറെ ട്രാവലിങ്ങും ടൂറും ഒന്നും ആയിട്ട് വന്നതല്ല. അപ്പോൾ നമ്മൾ കൂർഗിൽ ക്ലിഫ് റിസോർട്ടിലാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടിൻ്റെ എൻട്രൻസ് വ്യൂ ആണ് ഇത്. എൻട്രൻസിൽ തന്നെ ഓട്ടുരുളിയിൽ നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു പുൽക്കൂടൊക്കെ സെറ്റാക്കി വരുന്നത്രേ. നല്ല മനോഹരമായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് നമ്മളെ വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ബസ്സിലാണ് യാത്ര. കുറേ പേരൊക്കെ വണ്ടിയെടുത്ത് പോയതുകൊണ്ട് ബസ്സിൽ കുറച്ചാളേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് സുഖസുന്ദരമായിട്ട് പോയി വരാൻ വേണ്ടി സാധിച്ചു. എപ്പോഴും നമ്മുടെ കാറിൽ മാത്രം യാത്ര ചെയ്താൽ പോരല്ലോ, ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പം നമ്മൾ കൂർഗിൽ ക്ലിഫ് റിസോർട്ടിലെത്തി. നല്ല കിടിലനൊരു ഹിൽ ടോപ്പ് റിസോർട്ടാണ് ഇത്. മുകളിലോട്ട് കയറി വരുന്ന വഴിക്ക് തന്നെയാണ് അവരുടെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സൗകര്യം. റൂമും കാര്യങ്ങളൊക്കെ ഈ കാർ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് നല്ല നല്ല അഡ്വഞ്ചർ ഗെയിംസൊക്കെ ഇവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ചെറിയ ചെറിയ അഡ്വഞ്ചർ ഗെയിംസിനൊക്കെ ആയിട്ടുള്ള റോപ്സും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് കെട്ടിയിട്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ 2 സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ടുള്ള കിടിലനൊരു ലക്ഷറി റിസോർട്ടാണ് ഈ കൂർഗിലുള്ള ക്ലിഫ് റിസോർട്ട്. നമ്മൾ വരുന്ന സമയത്ത് റിസോർട്ട് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പൂളും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ റൂമിനൊക്കെ ഏകദേശം 8,000 മുതൽ മുകളിലോട്ടാണ് ചാർജ് വരുന്നത്. 12,000 ആ റേഞ്ചിലൊക്കെയുള്ള ലക്ഷറി റൂമൊക്കെ ഇവിടെ കിട്ടും. എൻട്രൻസിലൂടെ നേരെ എത്തുന്നത് ഇവിടെയാണ്. ഈ കാണുന്നത് അവരുടെ ചെറിയ മിനി പാർട്ടി ഹാളാണ്, 3 നിലകളിലായിട്ട്. ഇതതിൻ്റെ തൊട്ട് പുറകിലുള്ള വലിയ പാർട്ടി ഹാള് 2 നിലകളിലായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് എഴുതിയിട്ടുള്ള നല്ല കിടിലം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ നമ്മൾ വേണ്ടപ്പെട്ട ഐറ്റം വെൽക്കം ഡ്രിങ്കും, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ സ്നാക്സൊക്കെ കിട്ടുന്ന കൗണ്ടർ. വെൽക്കം ഡ്രിങ്കായിട്ട് നല്ല കിടിലൻ ടീയും കോഫിയും, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക്, ചിപ്സ്, മുറുക്ക്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. കുറച്ചല്ല, കുറേ ഐറ്റംസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹാള് വരുന്നത്. നേരെ കാണുന്നത് സ്റ്റേജ്. പിന്നെ 2 സൈഡിലോട്ടായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഐറ്റംസ്, അതായത് ഫുഡ് കൗണ്ടർ. അപ്പം ഞാനവിടെ കയറുമ്പം തന്നെയുള്ള വെൽക്കം ഡ്രിങ്കും അതിൻ്റെ കൂടെയുള്ള കേക്കും ചിപ്സൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ സമയം ഇനിയും കുറേ ഉണ്ടല്ലോ. അപ്പോൾ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസിലോട്ട് നമുക്ക് പോകാം. ക്ലിഫ് റിസോർട്ടിൻ്റെ ബാക്ക് വ്യൂ പൊള്ളിയാണ്. ഇതിപ്പോൾ ഏകദേശം ഉച്ച സമയമായതുകൊണ്ടാണേ. രാവിലെ ആണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരിക്കും ഇവിടുന്ന്. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കിടിലം. പക്ഷെ നമ്മൾ വന്നന്ന് റിസോർട്ട് ഫുള്ളായതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുമ്പോഴേക്കും നമ്മുടെ മണവാളൻ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മണവാളനെത്തി
പിന്നാലെ റെഡിയായിട്ട് മണവാട്ടിയും എത്തി. അപ്പോൾ ഇനിയൊന്ന് വൈകിക്കേണ്ടല്ലേ, ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പം നമുക്ക് വേഗം ഇനി റിംഗ് എക്സ്ചേഞ്ചിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ പയ്യൻ പെൺകുട്ടിക്ക് മോതിരം അണിഞ്ഞ് കൊടുത്തു. പിന്നാലെ പെൺകുട്ടി നമ്മുടെ പയ്യന് മോതിരം അണിഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതോടെ ഇന്നത്തെ റിംഗ് എക്സ്ചേഞ്ചിലെ കാര്യമായ പരിപാടി അവിടെ തീർന്നു. ഇനി അടുത്തത് ചെക്കനും പെണ്ണും കൂടിയുള്ള ഒരു കേക്ക് കട്ടിങ്. രണ്ടുപേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം മധുരമൊക്കെ കൈമാറി. അതിനുശേഷം അവിടെ ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെയും അവിടെ മധുരം കൊടുത്തു. അപ്പം കഴിഞ്ഞിട്ടില്ല, നമ്മുടെ കാര്യമായ പരിപാടിയിലേക്ക് നമ്മൾ ഇനിയും പോയിനില്ല, പോകണത്രേ. അപ്പം നമ്മുടെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യമുള്ളത് നല്ല കിടിലൻ മട്ടൻ ബിരിയാണി, അതിൻ്റെ കൂടെ സലാഡ്, പിന്നെ ചിക്കൻ കറിയും കള്ളപ്പവും, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കബാബുണ്ട്, അതുപോലെ തന്നെ നല്ല കിടിലൻ പോർക്ക് ഡ്രൈ ഫ്രൈ. ഇതൊക്കെയാണ് നോൺ വെജിൽ. ഇനി വെജിൽ നോക്കാം. വെജിലും സദ്യക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയായിരുന്നേ. അപ്പം ഭക്ഷണം കൊണ്ടിന്ന് ആറാടാം. പപ്പടം, അച്ചാറ്, തൈര്, ജിഞ്ചർ ചട്നി, കൊണ്ടാട്ടം മുളക്, രസം, സാമ്പാർ, പിന്നെ 2 തൊടുകറികൾ, അവിയൽ, അങ്ങനെ എല്ലാം. പിന്നെ അതിൻ്റെ കൂടെ 2 തരം റൈസും. റൈസിൽ 2 ഐറ്റം ഉണ്ടായിരുന്നു, കുറുവയരിയും നേരിയരിയും. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈയും, നമ്മുടെ കോളിഫ്ലവറിൻ്റെ. ഫുഡ് ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മാത്രം പോരല്ലോ. അപ്പം ഞാൻ ആദ്യം എടുത്തത് 2 കള്ളപ്പവും അതിൻ്റെ കൂടെ കുറച്ച് കറികളും. ആ ചിക്കൻ്റെ ഗ്രേവി കറിയിലോട്ട് ആ കള്ളപ്പം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് വെക്കണം. കള്ളപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ദോശ പോലത്തെ ഒരു ഐറ്റമാണ്. കുറച്ച് കട്ടിയിൽ അത്യാവശ്യം കുറച്ച് ആ കള്ളിൻ്റെ പുളിപ്പൊക്കെയുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം. ആ അപ്പവും ചിക്കൻ്റെ ഗ്രേവിയും. ഇനി വരാൻ പോകുന്നത് നമ്മുടെ പോർക്ക് ഡ്രൈ ഫ്രൈ, അതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണം. ഞാൻ ഏതായാലും എല്ലാ കറിയും കുറേശ്ശെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെയും ആ കള്ളപ്പം വെച്ചിട്ട് കഴിച്ചു നോക്കി. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. കബാബൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പോർക്ക് ഫ്രൈയും അടിപൊളിയായിരുന്നു. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെച്ചത്. പിന്നെ ഈ നോൺ വെജിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ക്രിസ്പി വെജിറ്റേറിയൻ ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മട്ടൻ ബിരിയാണി. നല്ല ബസ്മതി റൈസ് കൊണ്ടുള്ള ബിരിയാണിയാണ്. നല്ല പീസ് മട്ടണും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സലാഡും പിന്നെ അച്ചാറും. അപ്പോൾ ആദ്യം നമ്മളൊരു പീസ് മട്ടൻ പൊട്ടിച്ച് റൈസിലോട്ട് വെച്ചു. പിന്നെ നമ്മുടെ സലാഡും കൂട്ടി ആ റൈസും സലാഡും മട്ടണും മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണം. അപ്പം മട്ടൻ ബിരിയാണിയിൽ നമ്മൾ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കാൻ വിട്ടുപോയി. അപ്പം നമുക്ക് അച്ചാർ കുറച്ച് ആ റൈസിലോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ആ സലാഡ് കുറച്ച് വെക്കാം. ഇനി മട്ടണിന് പകരം ആ ചിക്കൻ കബാബ് ഒരു പീസ് എടുത്തിട്ട് ആ റൈസിലോട്ട് വെക്കാം. ഇനി അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ സദ്യ ഐറ്റം. ചോറ്, സാമ്പാർ, അവിയൽ, മോരുകറി, ചട്നി, തൈര്, കൊണ്ടാട്ടം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് കുറേശ്ശം ചോറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ചെറിയൊരു കഷ്ണം പപ്പടവും അതിൻ്റെ കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റം ഏകദേശം കഴിഞ്ഞേ. ഇനി അടുത്തത് ഡെസേർട്ട്സ് ആണേ. അപ്പം നമുക്ക് അടുത്തത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കിക്കളയാം. അപ്പം വേഗം പോയിട്ട് ആ ഡിസ്പോസിബിൾ ബൗൾ കൈക്കലാക്കി. ഇനി ആദ്യത്തെ ബൗളിൽ എന്താണെന്ന് നോക്കാം. ക്യാരറ്റ് ഹൽവയാണേ. ആ സെർവ് ചെയ്യുന്ന കുട്ടി ആ കയ്യിൽ നിറയെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറക്കാൻ പറഞ്ഞത് കൊണ്ട് കുറേശ്ശെ കുറച്ചു. എന്നോട് നല്ല ലൈറ്റാണ്, കുറച്ച് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. ക്യാരറ്റ് ഹൽവ മാത്രമാക്കണ്ട, അടുത്ത കൗണ്ടറിൽ ഐസ്ക്രീമും ഉണ്ട്. എന്നാൽ രണ്ടും കൂടി നമുക്ക് മിക്സാക്കി കളയാം. അവർ പറഞ്ഞു രണ്ടും വേറെ വേറെ കഴിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ രണ്ടോട്ടം പോയി വരേണ്ടതുകൊണ്ട് ഞാൻ രണ്ടും ഒന്നിച്ച് തന്നെ വാങ്ങി. ഇനി ഏതായാലും മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും സ്പൂണും ഒക്കെ കിട്ടി. ഇനി അടുത്ത ലക്ഷ്യം ടേബിള്. അതുമായി ഇനി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്
ഐസ്ക്രീമും ആ ക്യാരറ്റ് ഹൽവയും കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് കഴിക്കാം. രണ്ടും കൂടി കഴിക്കുന്നതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണേ. അപ്പോൾ അങ്ങനെ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കേതായാലും ഇഷ്ടമായിന്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഐസ്ക്രീമും കഴിഞ്ഞ് അടുത്തത് സേമിയ പായസം. ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ എൻഡായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്